ബംഗളൂരു എഫ് സിയുടെ മേധാവിയായിട്ടുള്ള പാർത്ഥ് ജിൻഡാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്കത് കണക്കിലെടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിന്റെ അബിഗേട്ടായെ പോലെ നിഖിലേട്ടായെ പോലെയുള്ള ഈ അബിഗേട്ടായി നിഖിലേട്ടായൊക്കെ തള്ളും താളവും മാത്രമേ ഉള്ളൂ. നമ്മളെ മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകി എങ്ങനെ പറ്റിക്കാമെന്നതിൽ പേസ്റ്റ് എടുത്തതാണ്. പക്ഷേ പാർത്ഥ് ജിൻഡാൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കും. ബംഗളൂരു എഫ് സിയുടെ ഒരു ഉദയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിഇഒ തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ബംഗളൂരു എഫ് സിയിൽ നിന്ന് നിരവധി താരങ്ങൾ പടിയിറങ്ങി പോകുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് അവർ ഒഫീഷ്യലി തന്നെ ജസൽ കാർണറുടെ പടിയിറങ്ങൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ യുവതാരമായിട്ടുള്ള ഹാർഷ് ബാത്തെ, പിന്നെ നമ്മുടെ പെഡ്രോ കാപ്പോ എന്ന സ്പാനിഷ് താരത്തിനെ അവർ റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ISLലെ മജീഷ്യൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ആൽബർട്ടോ നെഗ്വേരയും അവർ റിലീസ് ചെയ്യുന്നുണ്ട്. നെഗ്വേരയ്ക്ക് വേണ്ടി 2 ടീമുകൾ ഉടനെ തന്നെ മുന്നിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും വേറെ കാര്യമാണ്. ഇനിയിപ്പോൾ ബംഗളൂരു എഫ് സിയുടെ വിദേശ താരങ്ങളുടെ ആ ഒരു മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ 2 താരങ്ങളെ ഒഴികെ അവരെല്ലാവരെയും പറഞ്ഞു വിടാനുള്ള തീരുമാനത്തിലേക്കാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവർ റാം വില്യംസിനെ അവിടെ നിർത്തുന്നുണ്ട്. അതുകൂടാതെ മുന്നേറ്റ നിരയിലെ തീപ്പൊരിയായിട്ടുള്ള എഡ്ഗർ മെൻഡസിനെയും അവിടെ നിലനിർത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ജോജോ പെരേര ഡേയ്സ് ഉൾപ്പെടെയുള്ള താരങ്ങളെ ബംഗളൂരു എഫ് സി റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിദേശ താരങ്ങളിൽ 2 പേര് മാത്രമാണ് കൂടെ നിൽക്കുന്നത്. ഒന്ന് മേ ബി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വരെ കിട്ടാൻ സാധ്യതയുള്ള താരമാണ് നമ്മുടെ റയാൻ വില്യംസ് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പിന്നെ ഒരാൾ മെൻഡസ്. ബാക്കി എല്ലാവരെയും അവർ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ അഴിച്ചുപണിക്ക് വിട്ടിരിക്കുകയാണ്. അപ്പം പാർത്ഥ് ജിൻഡാൽ പറയുന്ന പോലെ ബംഗളൂരു എഫ് സിയുടെ പുതിയൊരു സംഹാര താണ്ഡവത്തിന് വേണ്ടി നമുക്ക് അടുത്ത സീസണിൽ കാത്തിരിക്കാം.